നമസ്കാരം. കേറ്ററ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓൾറെഡി ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ വെരിഫിക്കേഷൻ ഡേറ്റ് വരുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് പറയാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, മെജോറിറ്റി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കേറ്ററ്റിന്റെ ഔദ്യോഗിക സൈറ്റിൽ തന്നെ അവരത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2025 ഡിസംബർ മാസത്തിൽ കേറ്ററ്റ് വിജ്ഞാപന പ്രകാരം ഫെബ്രുവരി 22, 23 തീയതികളിൽ പരീക്ഷ എഴുതി വിജയിച്ചവരുടെ അസൽ പ്രമാണ പരിശോധന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ 30/6/2026 അല്ലെ, നാളെ തൊട്ട് ജൂൺ 30 ഇന്ന് തൊട്ട് ആരംഭിച്ചിട്ടുണ്ട്. 12/7/2026 വരെയാണ്, അടുത്ത ജൂലൈ 12 വരെയാണ് വ്യവസ്ഥകൾക്ക് വിധേയമായി പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ വെച്ച് നടത്തുന്നതാണ്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലാണ് ചെന്ന് വേണം വെരിഫൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കേറ്ററ്റ് വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ catet.kerala.gov.in എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇന്നാൾ പറഞ്ഞതുപോലെ തന്നെ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും വിശദീകരിക്കാം. നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഇതിനു മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറേ കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ് വരുന്നത് അതും ഞാൻ വിശദീകരിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിവേ, ഇതാണ് നിങ്ങൾ ആ സൈറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രസ്തുത സമയപരിധിക്കുള്ളിൽ വെരിഫിക്കേഷൻ നടത്തുവാൻ സാധിക്കാത്തവർക്ക് പിന്നീട് അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും അറിയിപ്പ് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ മാത്രം പങ്കെടുത്താൽ മതിയായിരിക്കും. അതായത് നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് പറ്റുന്നില്ല, നിങ്ങൾ വിദേശത്താണ്, നിങ്ങൾ അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും എൻഗേജ്മെന്റ് വന്ന് പോയി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കൊന്നുമില്ല. നിങ്ങൾ പിന്നീട് ഈ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്ന ദിവസം പോയിട്ട് വെരിഫിക്കേഷൻ നടത്തിയാൽ മതി. അല്ലെങ്കിൽ പിന്നീട് അടുത്ത വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത്, കേറ്ററ്റിന്റെ അടുത്ത റിസൾട്ട് വരുമ്പോൾ വെരിഫൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്ന് അനുവദിക്കുന്ന സമയപരിധിയിൽ അല്ലാതെ കേറ്ററ്റ് വെരിഫിക്കേഷൻ വേണ്ടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകാൻ പാടില്ല. വെറുതെ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർ പറയുന്ന ഡേറ്റിൽ മാത്രം ചെന്നാൽ മതി. ഇപ്പം പറ്റിയില്ല, പിന്നെ അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ നേരിട്ട് ചെല്ലണം, അല്ലാണ്ട് നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. കൃത്യമായിട്ട് വെരിഫിക്കേഷൻ നടത്തണം ജില്ലാ ഓഫീസർമാർ. അപ്പോൾ അവർ വിജ്ഞാപനം നടന്ന സമയത്തുള്ള യോഗ്യതകളൊക്കെ നിങ്ങൾക്കുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരുന്നത്. എല്ലാ അസൽ രേഖകളും, അതായത് കേറ്ററ്റ് വിജ്ഞാപന പ്രകാരം ഓരോ വിഭാഗത്തിലും കാറ്റഗറി 1, 2, 3, 4 ആ പരീക്ഷകൾക്ക് വേണ്ട യോഗ്യതകൾ, നിങ്ങൾ നിഷ്കർഷിച്ച യോഗ്യതകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒറിജിനൽ രേഖകളും പകർപ്പുകൾ ഉൾപ്പെടെ, കോപ്പി ഉൾപ്പെടെ വെരിഫിക്കേഷൻ നടപടികൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പോകണം. അതിൽ ഓരോ കാറ്റഗറി, ഒന്നിൽ കൂടുതൽ കാറ്റഗറി എഴുതിയിട്ടുണ്ടെങ്കിൽ അത്തരം കാറ്റഗറികൾക്ക് ഇത്ര സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ, അതായത് 2 കാറ്റഗറികൾക്ക് പരീക്ഷ എഴുതെങ്കിൽ 2 സെറ്റ് കോപ്പി വെച്ചിട്ട് ഒറിജിനലിന്റെ ഒപ്പം നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ ജനനത്തീയതോ പേര്, ഫോട്ടോ ഇതൊക്കെ അപേക്ഷാ സമർപ്പണ വേളയിൽ തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിന് മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് വിശദമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജനനത്തീയതി തിരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടും നിങ്ങൾ സ്ക്രീനിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കണമെങ്കിൽ ഇപ്പോഴും വായിച്ചു നോക്കാം. അതിൽ ചെല്ലാനിൽ 100 രൂപയുടെ ചെല്ലാനൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരുത്തി എടുക്കാൻ പറ്റും. പേര് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോ തിരുത്താനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള അവസരമുണ്ട്. ഇൻവിജിലേറ്റർ സൈൻ ഉള്ള സാധനം തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോൾ സൈൻ വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ OBC വിഭാഗത്തിലൊക്കെ പെട്ട്, അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽ പെട്ടാണ് നിങ്ങൾക്ക് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒക്കെ ആയിട്ടുള്ളവരാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ആ ഒരു മാർക്ക് റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നോൺ ക്രീമി ലെയറുള്ള സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ OBC SC/ST ആണ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉറപ്പായിട്ടും കൊണ്ടുചെല്ലേണ്ടി വരും. ഇനി നിങ്ങൾ 90+ മേടിച്ച് സ്കോർ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സമയത്ത് അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് നിലവിലത്തെ സംവിധാനത്തിൽ വരുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. പിന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് B.Ed എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഈക്വലൻസി, കേരളത്തിലെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. B.Ed DL പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, 2ാം വർഷം പഠിക്കുന്നവരായിരുന്നു എന്ന് തെളിയിക്കാൻ സ്ഥാപന മേലധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മുഴുവൻ ലഭിച്ച ശേഷം, അതായത് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങളുടെ ഫുൾ റിസൾട്ട് വന്ന് വെരിഫിക്കേഷൻ എല്ലാ സർട്ടിഫിക്കറ്റും എത്തിക്കാൻ പറ്റുന്ന രീതിയിലാകുമ്പോൾ മാത്രമേ നിങ്ങൾ വെരിഫൈ ചെയ്യാൻ പോകേണ്ടതുള്ളൂ. ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് എന്നിവ പരിശോധനയ്ക്ക് പരിഗണിക്കുന്നതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, ഇത്തവണ പറ്റാത്തവർക്കാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് നടത്താമെന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ, ഇപ്പം 30-ാം തീയതി തൊട്ട് ഓപ്പൺ ആയല്ലോ, ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾ എഴുതിയ വിദ്യാഭ്യാസ ജില്ല അവിടെ വെരിഫിക്കേഷൻ എന്നാണ് അവർ നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇത്തരത്തിൽ പത്രക്കുറിപ്പുകൾ വരും, പത്രത്തിൽ വരും. നിങ്ങൾക്ക് ചാനലുകൾ വഴി അറിയാൻ പറ്റും. ഇപ്പം നമുക്കറിയാം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്, ചാനൽ തന്നെയുണ്ട്, വാട്സപ്പ് ചാനലുണ്ട്, AKGTC എന്ന് പറയുന്ന ചാനലുണ്ട്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഓൾ കേരള ഗസ്റ്റ് ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി, അവരതിൽ ഓരോ ഉപജില്ലയുടെയും അല്ലെങ്കിൽ ജില്ലകളുടെയും പത്രക്കുറിപ്പുകൾ വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻസ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പത്രം നോക്കിക്കൊണ്ടിരുന്നോണം. എന്നിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ 21-23 തീയതികളിൽ കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയുടെ അധികാര പരിധിയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കൊട്ടാരക്കര, ഗവൺമെന്റ് ഹൈസ്കൂൾ സദാനന്ദപുരം, സെന്റ് മേരീസ് HSS കീഴേക്കര, RVHSS വാളകം,
MTHSS ഫോർ ഗേൾസ് കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ പരീക്ഷ എഴുതി വിജയിച്ചവർ ആ സർട്ടിഫിക്കറ്റ് 2026 ജൂലൈ 3 to 7 തീയതികളിൽ എത്തിക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 10:30 മുതൽ 4 മണി വരെ എന്ന് അവർ സമയം പറയുന്നുണ്ട്. അപ്പം തീയതിയും സമയവും ജില്ലാ ഓഫീസർമാർ ഇതുപോലെ പത്രക്കുറിപ്പായിട്ട് കൊണ്ടുവരും. അപ്പം നിങ്ങൾ എല്ലാ സാധനങ്ങളും ഹോൾ ടിക്കറ്റിൻ്റെ ഒറിജിനൽ ഹോൾ ടിക്കറ്റിൻ്റെ പകർപ്പ്, എല്ലാ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും അസലും പകർപ്പും എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ താഴെ നോക്കുക, എടുത്തു പറയുന്നത് കാറ്റഗറി 1 ഏത് ദിവസമാണ് 3/7/2026, കാറ്റഗറി 2 എന്നാണ് 4-ാം തീയതി, കാറ്റഗറി 3 6-ാം തീയതി, കാറ്റഗറി 4 7-ാം തീയതി. നിങ്ങളുടെ ഡേറ്റ് എന്നാണെന്ന് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ ചെല്ലുക. അല്ലാണ്ട് പറയുന്ന ആദ്യത്തെ ദിവസം തന്നെ കയറി ചെന്നാൽ ചിലപ്പോൾ അവർ വെരിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതേപോലെ മറ്റൊരു പത്തനംതിട്ട വിദ്യാഭ്യാസ ജില്ലയിലെ ഒരെണ്ണം ഞാനവിടെ കാണിച്ചിട്ടുണ്ട്. കാറ്റഗറികൾക്കുള്ള അവർ ദിവസം പറഞ്ഞിരിക്കുന്നത് 3, 6, 8, 10 തീയതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 10:30 to 1 PM, 2 to 4:30 PM കൃത്യമായിട്ട് ടൈമൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ പത്രക്കുറിപ്പുകൾ അവർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അത് നോക്കുക. ഞാൻ 2-3 എക്സാമ്പിളുകൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൻ്റെ കേസിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെരിഫിക്കേഷൻ നടത്തി ചെല്ലാൻ പറ്റും. മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇനി പറയുന്നില്ല. നിങ്ങൾ ആ ഡേറ്റുകൾ നോക്കുക. അല്ലാണ്ട് 30-നും 12-നും ഇടയ്ക്ക് എപ്പോൾ ചെന്നാലും ഒരു വെരിഫൈ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലുള്ള തീയതികൾ ഈ ജില്ലാ വിദ്യാഭ്യാസ കാര്യാലയത്തിൽ അവർ പറയും ഏത് ദിവസമാണ് അവർ ഓപ്പണാക്കി ഇത് എടുക്കുന്നതെന്ന്. ആ സമയത്ത് തന്നെ ഇടണം. അല്ലാണ്ട് വേറെ ദിവസം പിന്നീട് അവർ തരുന്ന ദിവസം അല്ലാണ്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല. നിങ്ങളുടെ സൗകര്യത്തിന് ചെല്ലാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിർബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുക. മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ വിശദീകരണങ്ങളും അല്ലെങ്കിൽ എക്സ്പ്ലനേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അത് ചെയ്യാം. സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നമ്മുടെ നന്ദി പറയുന്നതിന് മുമ്പ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഇൻ സർവീസ് ടീച്ചേഴ്സിൻ്റെ എക്സാമിൻ്റെ ഡേറ്റും പുതിയതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓഗസ്റ്റിലേക്കാണ് ആ ഡേറ്റുകൾ മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഡേറ്റുകൾ കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് നന്ദി പറയാൻ പോയ വഴിക്ക് ഓർത്ത ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡേറ്റുകൾ കേറ്ററ്റ് കാറ്റഗറി 1 to ഓഗസ്റ്റ് 2, കേറ്ററ്റ് കാറ്റഗറി 3, 4 ഓഗസ്റ്റ് 8 എന്ന തീയതികളിൽ മാറ്റിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക, നന്നായി പഠിക്കുക, ഇത്തവണ ക്വാളിഫൈഡ് ആവട്ടെ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ റിസൾട്ടിൽ എറർ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ അറിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. റിസൾട്ടിൽ എറർ ഉണ്ടായിരുന്നു. ആ എറർ തിരുത്തി ഒരുപാട് പേര് പാസ്സായിട്ടുണ്ട്. 90 മാർക്ക് ഉണ്ടായിരുന്നവർക്ക് 110 മാർക്കൊക്കെ സ്കോർ ചെയ്ത് അവരുടെ എററിൽ നിന്ന് തിരുത്തി വന്നപ്പോഴത്തേക്കും കൂടുതൽ മാർക്ക് കിട്ടിയ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേറ്ററ്റിൻ്റെ വാല്യുവേഷൻ അത്ര ക്ലിയർ അല്ല എന്നാണ് ഇത്തവണത്തെ റിസൾട്ട് നമ്മളെ കാണിക്കുന്നത്. അത് ശരിയല്ല എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഭാഗമായിട്ടുള്ള എക്സാം നടത്തുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് വീഴ്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. കാറ്റഗറി 4-ലുള്ള കേസുകളിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിന് തന്നെ അങ്ങനെ ഒരു സംഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അവർ മെയിലൊക്കെ അയച്ച് പരാതി കൊടുത്തിട്ടാണ് റിവാലുവേഷൻ നടത്തി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയാണെങ്കിൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എഴുതുന്ന OMR ഷീറ്റിൻ്റെ പകർപ്പ് നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാനത് ആദ്യം പറയേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒന്നും കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വീണ്ടും കാണാം. അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.